Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലീസ് രാജെന്നും പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും സംസ്ഥാനത്ത് ഇരട്ടനീതിയാണെന്നും KPCC മെമ്പർ റിജിൽ മാക്കുറ്റി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനപ്രകാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാടായി സുനാമി കോളനിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് M. വിജിൻ MLA. സുനാമി കോളനി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IHRD എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നെരുവമ്പ്രം IHRD കോളേജിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പള വിതരണം ഉറപ്പുവരുത്തുക, താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. COA തളിപ്പറമ്പ് മേഖലാ സമ്മേളനം കുറുമാത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന മഹാത്മാഗാന്ധി സ്മൃതി സമ്മേളനം പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഗാന്ധി പാർക്കിൽ നിന്നും ശ്രീനാരായണ വിദ്യാലയത്തിലേക്ക് ഗാന്ധി സ്മൃതി യാത്രയും നടന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലീസ് രാജെന്നും പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും സംസ്ഥാനത്ത് ഇരട്ടനീതിയാണെന്നും KPCC മെമ്പർ റിജിൽ മാക്കുറ്റി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനപ്രകാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നത് പോലീസ് രാജാണെന്നും പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും സംസ്ഥാനത്ത് ഇരട്ട നീതിയാണെന്നും KPCC മെമ്പർ റിജിൽ മാക്കുറ്റി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനപ്രകാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിങ്കോടി കാണിക്കുന്നവരെ തീവ്രവാദികളെന്ന EP ജയരാജൻ എന്ന് പറയുന്ന ശിരോമണി പറയുന്നത്, ഇവരൊന്നും കരിങ്കൊടി കാണിക്കാണ്ടോ വന്നത്, സമരം ചെയ്യാതെയാണോ വന്നത്? ഈ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ണിൽ നടത്തിയിട്ടുള്ള ആഭാസമരങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ അവരെ ആക്രമിക്കാനും വീട് തകർക്കാനും എല്ലാം നടത്തിയ ഒരുപാട് ആഭാസത്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M. നാരായണൻകുട്ടി, MK രാജൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അത്തായി പത്മിനി, EP ശ്യാമള, A. രൂപേഷ്, M. പ്രദീപ് കുമാർ, VC നാരായണൻ, KK ഫൽഗുനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി സുനാമി കോളനിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് M. വിജിൻ MLA. സുനാമി കോളനി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെയാണ്. മാടായി പുതിയങ്ങാടിയിലെ സുനാമി കോളനിയിലെ താമസക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനാണ് MLAയുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചത്.
ഇവിടുത്തെ അടിസ്ഥാന വികസനത്തിന് അടിയന്തര നടപടി സ്വീകരിക്കും. പ്രദേശത്ത് പുതിയതായി റോഡ് നിർമ്മിക്കുന്നതിനും ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടുമെന്നും MLA പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞ പ്രശ്നങ്ങൾ റോഡ്, അതോടൊപ്പം തന്നെ വെളിച്ചത്തിന്റെ വലിയ ബുദ്ധിമുട്ട്, പാമ്പുൾപ്പെടെ വരുന്ന വലിയ പ്രയാസങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ പറയുണ്ടായി. അതോടൊപ്പം തന്നെ സുനാമി കോളനിയിലേക്കുള്ള റോഡിന്റെ പ്രശ്നങ്ങളും പറഞ്ഞു. തീർച്ചയായും ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ MLA ഫണ്ടിൽ നിന്ന് അവർക്ക് റോഡും അതുപോലെ തന്നെ ലൈറ്റും മിനിമസ് ലൈറ്റും നൽകാം എന്ന് ഇവിടുത്തെ ജനങ്ങളോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. പഞ്ചായത്ത് അംഗം P. ജനാർദ്ദനൻ, V. വിനോദ്, റഹ്മാൻ പുതിയങ്ങാടി എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. IHRD എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നെരുവമ്പ്രം IHRD കോളേജിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. MV രാജീവൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പള വിതരണം ഉറപ്പുവരുത്തുക, IHRD കോളേജുകളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുക, താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 17-ന് തിരുവനന്തപുരം IHRD ഹെഡ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ധർണയ്ക്ക് മുന്നോടിയായി കേരളത്തിലെ 87 ക്യാമ്പസുകളിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നെരുവമ്പ്രത്ത് നടന്ന ധർണ MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. IHRD മേഖലയിലെ ജീവനക്കാർക്ക് പൂർണ്ണമായും അതിന്റെ ബോർഡ് അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി കൊടുത്തു തീർക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കൃത്യമായ നിലയിൽ അവരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇതിന്റെ മേധാവികൾ തയ്യാറാകാൻ വേണ്ടി സാധിക്കണം. ഡയറക്ടർക്ക് തോന്നുന്ന നിലയിലേക്കുള്ള തീരുമാനം തിരുത്താൻ വേണ്ടി സാധിക്കണം. PK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. CP രാജേഷ് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. COA തളിപ്പറമ്പ് മേഖലാ സമ്മേളനം കുറുമാത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. COA തളിപ്പറമ്പ് മേഖലാ സമ്മേളനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. 44, 40, 30, 35 കോടിയും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും KCCL ആണ് കേരളത്തിൽ രാജാവെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ KCCL ആറ്റിറ്റ്യൂഡാണ്. ഒന്നിനു മുന്നിലും തലകുനിക്കാതെ, ഒന്നിനു മുന്നിലും സിംഹം, എത്ര വലിയവൻ വന്നാലും അവൻ്റെ ആറ്റിറ്റ്യൂഡാണ് മറ്റുള്ള മൃഗങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. ഒരടി പതറുവോ, ഒരു നിപ്പാണ് നിൽക്കുക അല്ലേ? അതേ നിപ്പാണ് KCCL നിൽക്കാൻ. എത്ര വലിയവൻ വന്നാലും ശലിക്കുകയല്ല. എത്ര വലിയവൻ വന്നാലും പുറകിൽ നിൽക്കുന്ന എൻ്റെ ഒരാളെ പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ, അവനെ തള്ളിക്കളയാതെ. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ജോണി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി K. ബൈജു മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ KC അഭിനേഷ് സാമ്പത്തിക റിപ്പോർട്ടും അജിത് കുമാർ ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി MR രജീഷ് സംഘടനാ റിപ്പോർട്ടും, P. സുരേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് V. ജയകൃഷ്ണൻ, KVBL ഡയറക്ടർ അനിൽ മംഗലത്ത്, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് കുമാർ, P. ശശികുമാർ, NK ദിനേശൻ, C. സുരേന്ദ്രൻ, ജില്ലാ ട്രഷറർ AV ശശികുമാർ, PDIC MD KO പ്രശാന്ത്, കണ്ണൂർ വിഷൻ MD KK പ്രദീപൻ, KTS MD വിനയകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവാനന്ദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാർ, C2 നെറ്റ് ചെയർമാൻ വിൽസൺ മാത്യു, പറശ്ശിനി മേഖലാ പ്രസിഡന്റ് K. ദിലീപൻ, പറശ്ശിനി മേഖലാ സെക്രട്ടറി അനിൽകുമാർ, ഇരിട്ടി മേഖലാ സെക്രട്ടറി സന്ദീപ്, പയ്യന്നൂർ സൗത്ത് മേഖലാ സെക്രട്ടറി രഞ്ജിത്ത്, ചെറുപുഴ മേഖലാ സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ P. അശോകൻ സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന മഹാത്മാഗാന്ധി സ്മൃതി സമ്മേളനം പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഗാന്ധി പാർക്കിൽ നിന്നും ശ്രീനാരായണ വിദ്യാലയത്തിലേക്ക് ഗാന്ധി സ്മൃതിയാത്രയും നടന്നു. മഹാത്മജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെയും സ്വാമി ആനന്ദതീർത്ഥൻ സ്ഥാപിച്ച ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിന്റെയും 90-ാം വാർഷിക ദിനത്തിൽ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ മഹാത്മാഗാന്ധി സ്മൃതി സമ്മേളനം നടന്നു.
ഗാന്ധി പാർക്കിൽ നിന്നും ശ്രീനാരായണ വിദ്യാലയത്തിലേക്ക് ഗാന്ധി സ്മൃതി യാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനയും ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു. സ്വാമി ആനന്ദ തീർത്ഥ മന്ദിരത്തിൽ പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് TV വസുമിത്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MP മത്തായി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, EVG നമ്പ്യാർ, TPR നാഥ് എന്നിവർ പ്രസംഗിച്ചു. രാമകൃഷ്ണൻ കണ്ണോം, ശ്രീലത മധു എന്നിവർ ഗാന്ധിയൻ കവിതകൾ അവതരിപ്പിച്ചു. ട്രസ്റ്റ് ട്രഷറർ K കൃഷ്ണൻ, AKP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. KPCC അംഗം VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. KPCC അംഗം VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷത്തിന്റെ പോരാ 83 ലക്ഷം രൂപ വാടക കൊടുത്ത് മുണ്ടയിൽ കോരന്റെ മകനാണ് എന്ന് നിലവിളിച്ചു വന്ന ഈ പിണറായി കാലൻ വിജയൻ. കോൺഗ്രസ് മാടായി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് V രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സന്ദീപ് പാണപ്പുഴ, രാഹുൽ പുത്തൻപുരയിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ 2024-25 ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. അത് കുറ്റമായിട്ട് എടുക്കാൻ വേണ്ടി കഴിയില്ലെങ്കിലും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ പണവും നേരെ തിരിച്ച് അവിടേക്ക് തന്നെ എത്തിയാണ്. അപ്പോൾ കേരളത്തിൽ ഈ പണമില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? കേരളം ഇന്ന് ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നാം പലപ്പോഴും കേന്ദ്ര സഹായം ഉൾപ്പെടെ ലഭ്യമല്ലാത്തതിൻ്റെ വലിയൊരു പോരായ്മയും സങ്കടവും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ആവശ്യമായ വിഹിതം കിട്ടുന്നില്ല. നാം ആവശ്യമായി ന്യായമായി നൽകേണ്ടിയിരിക്കുന്ന വിഹിതം ഉൾപ്പെടെ വെട്ടിക്കുറക്കുകയും അതിന് പല നിബന്ധനകൾ മുന്നോട്ടേക്ക് വെക്കുകയും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. 2024-25 വാർഷിക പദ്ധതി നയസമീപനം വിശദീകരണം ഡോക്ടർ രവി രാമന്തളിയും 2024-25 കരട് പദ്ധതി അവതരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹനും നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KP രമേശൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി M ഉല്ലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഹാത്മജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ ഓർമ്മകളുടെ 90ാം വാർഷിക ദിനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി പാർക്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ഗാന്ധി മാവിൻ തൈ നട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് M നാരായണൻകുട്ടി മാവിൻ തൈ നടൽ കർമ്മം നിർവഹിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങളിലൊന്നായ മഹാത്മജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ 90ാം വാർഷിക ദിനമായ ജനുവരി 12-ന് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി പാർക്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രതീകാത്മകമായി ഗാന്ധി മാവിൻ തൈ നട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് M നാരായണൻകുട്ടി മാവ് നടൽ കർമ്മം നിർവഹിച്ചു. തുടർന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു. പയ്യന്നൂരിന്റെ മണ്ണിൽ കാലുകുത്തിയ ദിനമാണ് 1934 ജനുവരി 12-ാം തീയതിയാണ് ഇവിടെ പയ്യന്നൂരിൽ വന്നത്.
11-നാണ് കണ്ണൂർ ജില്ലയിൽ വന്നത്. പയ്യന്നൂരിൽ തീവണ്ടി ഇറങ്ങിയതിന് ശേഷം കേട്ടറിവ് ശരിയാണെങ്കിൽ അവിടെ വണ്ടി ഇറങ്ങി ആനന്ദാശ്രമത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് വന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MK രാജൻ, VC നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KK ഫൽഗുനൻ, KP മോഹനൻ, അത്തായി പത്മിനി, പറമ്പത്ത് രവി, C അനിൽകുമാർ, പ്രശാന്ത് കോറോം, VV ഉണ്ണികൃഷ്ണൻ, ME ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ വടശ്ശേരിമുക്ക് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം വടശ്ശേരിമുക്ക് പദ്ധതി പ്രദേശത്തിന് സമീപം നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വടശ്ശേരിമുക്ക് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. പൈപ്പ് വഴി വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ജലജീവൻ മിഷന്റെ ലക്ഷ്യം. ഇപ്പൊ തന്നെ 18.4 ലക്ഷത്തോളം കുടുംബങ്ങളിലേക്ക് പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്നത് അതിവേഗതയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലാണ് ഗവൺമെന്റ് ഏർപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ മറ്റൊരു തലത്തിലുള്ളതാണ് കേരളത്തിലെ ഭൂജല വകുപ്പ് അവരുടെ പ്ലാൻ ഫണ്ട് വഴി സർക്കാരിന്റെ പണം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ഭൂജല വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധനേശൻ KP റിപ്പോർട്ട് അവതരിപ്പിച്ചു. K പത്മിനി, KV സുരേഷ് ബാബു, KV ചന്ദ്രിക, K പങ്കജാക്ഷൻ, സെക്രട്ടറി K മോഹനൻ, NK ഗംഗാധരൻ മാസ്റ്റർ, B ഷാബി, M ഷിജു, C ലക്ഷ്മണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം അതിയടം പാടശേഖരത്തിലെ നടുവാടി വയലിൽ ഗന്ധകശാല നെല്ല് കതിരിട്ടു. വയനാട്ടിലെ പൈതൃക നെല്ലിനമാണ് പാടത്ത് തലയെടുപ്പോടെ വളർന്ന് കതിരിട്ടത്. മഞ്ഞും തണുപ്പുമേറ്റ് വളരുന്ന സുഗന്ധ നെല്ലിനമാണ് ഗന്ധകശാല. വയനാട്ടിൽ മാത്രമല്ല കണ്ണൂരിലെ വയലുകളും ഗന്ധകശാലയ്ക്ക് പറ്റിയതാണെന്ന് തെളിയുകയാണ്. ചെറുതാഴം അതിയടത്തെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് റിട്ടയർഡ് SI PV ശശിയാണ് സ്വന്തം പാടത്ത് ഗന്ധകശാല പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. 20 സെന്റ് വയലിലാണ് കൃഷി ഇറക്കിയത്. വിളവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്ന് ശശി പറഞ്ഞു. ഇപ്പോൾ ഒരു മാസം അടുത്ത ഫെബ്രുവരിയിലാവുമ്പോൾ കൊയ്യാമെന്ന് അത് വിചാരിക്കുന്നത്. കൃഷിഭവൻ ഭാഗത്തു നിന്ന് എല്ലാ സാധനവും കൊണ്ട് അവർ ഇവിടെ സന്ദർശിച്ച എല്ലാ ഉപദേശങ്ങളും നൽകാറുണ്ട്. ഒക്ടോബറിലാണ് വിത്തിട്ടത്. 1 മാസത്തിനു ശേഷം പറിച്ചു നട്ടു. അടിവളമായി ചാണകപ്പൊടിയും പിണ്ണാക്കുമാണ് ഉപയോഗിച്ചത്. ഞാറ്റടി ഒരുക്കുന്നതിനു മുൻപ് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിരുന്നു. അവസാന ഘട്ടത്തിൽ യൂറിയയും പൊട്ടാഷും നൽകി. ഇപ്പോൾ നെല്ല് പൂർണ്ണമായി വിരിഞ്ഞു. 4 അടിയോളം ഉയരമുണ്ട്. ഫെബ്രുവരിയിൽ വിളവെടുക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. വയനാട് മാനന്തവാടിയിൽ നിന്നാണ് വിത്ത് കൊണ്ടുവന്നത്. നെൽവിത്തിന് കിലോയ്ക്ക് 90 രൂപയാണ് വില. ഗന്ധകശാല അരിക്ക് വിപണിയിൽ കിലോയ്ക്ക് 150 രൂപയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ അറസ്റ്റിലായ DYFI SFI പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യം കിട്ടിയ പ്രവർത്തകർക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. അർജുൻ KP, അതുൽ കണ്ണൻ, അനുരാഗ് M, സതീശൻ PP എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ച പ്രവർത്തകർക്ക് നൽകിയ സ്വീകരണ യോഗം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള നിലപാടുകളെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളിൽ കരുത്തോടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ കൂടി ഉണ്ടാകും. ആ സഖാക്കളെയെല്ലാം ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് K പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. V വിനോദ് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജിപ്സം ഷീറ്റുകളുടെയും സിമന്റ് ഷീറ്റുകളുടെയും ശേഖരവുമായി ബിൽടെക് എന്റർപ്രൈസസ് പയ്യന്നൂർ പെരുമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാമ്പ്രത്ത് ജനാർദ്ദനൻ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു.
ജിപ്സം സീലിംഗ് ഷീറ്റ്, സിമന്റ് പാർട്ടീഷൻ ബോർഡ് എന്നിവയുടെ കമനീയ ശേഖരവുമായി വിൽടെക് എന്റർപ്രൈസസ് പ്രവർത്തനം ആരംഭിച്ചു. പെരുമ്പയിൽ ദേശീയപാതയ്ക്ക് സമീപം ലത്തീഫിയ കോംപ്ലക്സിലാണ് വിൽടെക് എന്റർപ്രൈസസ് പ്രവർത്തനം ആരംഭിച്ചത്. കാമ്പ്രത്ത് ജനാർദ്ദനൻ പൊതുവാളാണ് വിൽടെക് എന്റർപ്രൈസസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. MD നവീൻ, മാനേജിംഗ് പാർട്ണർമാരായ പ്രവീൺ, ഷൈജു ടി, മാനേജർ ദിനേശൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദന മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 18 വരെയാണ് പ്രതിഷ്ഠാദന മഹോത്സവം നടക്കുന്നത്. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദന മഹോത്സവത്തിന് തുടക്കമായി. പ്രതിഷ്ഠാദന മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും ഗണപതി ഹോമം, ഉച്ചപൂജ, വിശേഷാൽ പൂജകൾ, ലളിത സഹസ്രനാമ പാരായണം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല തുടങ്ങിയവ നടക്കും. പ്രതിഷ്ഠാദന മഹോത്സവത്തിന്റെ ആരംഭ ദിനത്തിൽ ചാക്യാർകൂത്ത്, തിരുവാതിര, നൃത്തസന്ധ്യ എന്നിവ നടന്നു. ജനുവരി 13 പ്രഭാഷണം, ഗാനമേള, ജനുവരി 14 വനിതാ ചരടുകുത്തിക്കളി, ജനുവരി 15 ഭജനസന്ധ്യയും മാക്കവും മക്കളും ഡ്രമാറ്റിക് വിൽക്കലാമേളയും നടക്കും. ജനുവരി 16 തിരുവാതിര, ഓട്ടംതുള്ളൽ, മയൂര നടനം എന്നിവ നടക്കും. ജനുവരി 17 തായമ്പകയും നൃത്തസന്ധ്യയും നടക്കും. ജനുവരി 18 പ്രതിഷ്ഠാദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ആർട്ടിസ്ട്രി ഷോ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് അൺവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർണമെന്റ്. സിനിമാ താരം ചിത്ര നായർ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയിൽ വിവിധ നാടുകളിൽ നിന്നുള്ള വിദഗ്ധർ നിർമ്മിച്ച ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണുള്ളത്. സ്വർണം, ഡയമണ്ട്, അമൂല്യരത്നങ്ങൾ എന്നിവയിൽ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും. മൈൻ ഡയമണ്ട്, ഇറ അൺകട്ട് ഡയമണ്ട്, പ്രിഷ്യ, ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ്, സ്റ്റാർലറ്റ് തുടങ്ങിയ വിഭാഗങ്ങളിലുള്ള തിരഞ്ഞെടുത്ത സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായി വിവാഹ പർച്ചേസുകൾക്ക് പണിക്കൂലി, പ്രത്യേക ഓഫറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണവിലയുടെ 3% മാത്രം അടച്ച് അഡ്വാൻസ് ബുക്കിംഗിനുള്ള സൗകര്യവുമുണ്ട്. ജനുവരി 15 വരെയാണ് ആർട്ടിസ്ട്രി ഷോ നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടങ്കാളി ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവ പ്രതിഭകൾക്ക് അനുമോദനവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. MLA TI മധുസൂദനൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂർ കലോത്സവ പ്രതിഭകൾക്ക് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. MLA TI മധുസൂദനൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, വാർഡ് കൌൺസിലർ M പ്രസാദ്, സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ PV, TV വിനോദ് കുമാർ, പ്രദീപൻ PP, K കമലാക്ഷൻ, പ്രകാശൻ PV, OK അനിൽകുമാർ, PV സീമ, വീണാദേവി EN തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യയുടെ 75ാം വാർഷികാഘോഷത്തിന്റെയും അനുസ്മരണത്തിന്റെയും ഭാഗമായി കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കാരക്കുണ്ട് MM നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യുവസംവാദ് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം IGNO സീനിയർ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ M രാജേഷ് നിർവഹിച്ചു. ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്തിൽ യുവ കലാകാരന്മാർ, എഴുത്തുകാർ, പ്രാസംഗികർ എന്നിവരുടെ സാഹോദര്യം രൂപീകരിച്ച് യുവശക്തികളായി വളരുവാനും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകുവാൻ യുവാക്കളോട് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ M രാജേഷ് ആഹ്വാനം ചെയ്തു.
So I'm not going to make this this inaugural speech very long. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യുവസംവാദം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻകാപ്സുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാക്ഷൻ വേണ്ടിയാണ്. ഇതൊരു വളരെ വൈബ്രന്റ് ഇൻട്രാക്ഷൻ ആയിരിക്കണം. അത് ഇൻട്രാക്ഷൻ 1 point ഇൻട്രാക്ഷൻ ആണ്. It has to be a continuous interaction, an interaction which has to go out from this room onto your campuses, and it has to be implemented in full steps. So that is, I feel, the essence of this program as such. കണ്ണൂർ ജില്ലാ NSS കോഓർഡിനേറ്റർ ഡോക്ടർ എം ഷിജിത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സാജു ജോസ്, വിവിധ കോളേജുകളെ പ്രതിനിധീകരിച്ച് 100ഓളം NSS വളണ്ടിയർമാർ, കൊമേഴ്സ് വിഭാഗം മേധാവി TCV അനിൽകുമാർ, AG പവീഷ് കുമാർ, യൂണിയൻ ചെയർമാൻ LK അഹമ്മദ് കബീർ, NSS പ്രോഗ്രാം ഓഫീസർ നവീൻ PK തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി യുവസംവാദം, പ്രസംഗ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ എരമംകുറ്റൂർ പഞ്ചായത്തിലെ കലാപ്രതിഭകൾക്ക് സ്വീകരണം നൽകി. മാതമംഗലത്ത് നടന്ന പരിപാടി TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കലാപ്രതിഭകൾക്ക് നൽകിയ സ്വീകരണ പരിപാടിക്ക് മുന്നോടിയായി മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച കലാപ്രതിഭകളെ അണിനിരത്തി ഘോഷയാത്ര നടന്നു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന സ്വീകരണ പരിപാടി TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് A ഗ്രേഡ് നേടിയിട്ടുള്ള മാതമംഗലം ഗവൺമെന്റ് സംസ്കൃത പദ്യഞ്ചേരി സംസ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്നത് ഗണേഷ് KC ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി. അതിന് പല ഘടകങ്ങളുണ്ട്. കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ നാട്ടിലേക്ക് ഉദ്യോഗസ്ഥനായിട്ട് വന്ന് ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും ആക്ഷേപിക്കുന്ന രീതിയിൽ ബ്ലഡി കണ്ണൂർ എന്ന് ഒരാൾ വിളിച്ചു വന്നു. അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, അതിന് കണ്ണൂർ ജില്ലയിലെ കുട്ടികൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇത് ബ്യൂട്ടിഫുൾ കണ്ണൂരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, TK രാജൻ, PV വിജയൻ, MK കരുണാകരൻ മാസ്റ്റർ, K സരിത, P ദാമോദരൻ മാസ്റ്റർ, P പ്രദീപ് കുമാർ, KB ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഈ മാസം 28-ന് നടക്കുന്ന അകം ബാൻഡ് മ്യൂസിക് ഷോയുടെ മുന്നോടിയായി ദൃശ്യ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ പോസ്റ്റർ പ്രചരണത്തിന് പയ്യന്നൂർ LLA ലൈബ്രറി പരിസരത്ത് തുടക്കമായി. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ബാൻഡാണ് അകം ബാൻഡ്. ഈ മാസം 28-ന് നടക്കുന്ന അകം ബാൻഡ് മ്യൂസിക് ഷോയുടെ മുന്നോടിയായി ദൃശ്യ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ പോസ്റ്റർ പ്രചരണത്തിന് തുടക്കമായി. ദൃശ്യ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പോസ്റ്റർ പ്രചരണത്തിൽ സെക്രട്ടറി K അനിത, പ്രസിഡന്റ് CP ശ്രീലത, ചാന്ദിനി, ലത പോത്തേര, രേഖ, വിജയശ്രീ, ഗംഗ, ദൃശ്യ സെക്രട്ടറി K ശിവകുമാർ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരീഷ് രാമകൃഷ്ണനും സംഘവും നയിക്കുന്ന അകം ബാൻഡ് മ്യൂസിക് ഷോ സംഘം ആദ്യമായാണ് പയ്യന്നൂരിൽ എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവം ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ചെങ്ങൽ കുണ്ടത്തിൻകാവ് പരിസരത്തു നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി. പ്രസിദ്ധമായ ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തി നിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്രയോടെ തുടക്കമായി. ചെങ്ങൽ കുണ്ടത്തിൻകാവിൽ നിന്ന് ശിങ്കാരിമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നത്. തുടർന്ന് കലാസാംസ്കാരിക സന്ധ്യയുമുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് തിടമ്പ് നൃത്തം, തിരുവാതിരക്കളി, നടനരാവ് എന്നിവ ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്, വൈകിട്ട് പഞ്ചവാദ്യമേള പ്രദക്ഷിണം, തിടമ്പ് നൃത്തം. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് 4:30-ന് ആറാട്ടെഴുന്നള്ളത്ത്, തിടമ്പ് നൃത്തം, കരിമരുന്ന് പ്രയോഗം എന്നിവയുമുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1979-80 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരുമ സൗജന്യ നേത്ര ദന്ത പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് പഴയങ്ങാടി SI C വത്സരാജ ഉദ്ഘാടനം ചെയ്തു. മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1979-80 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരുമ സൗജന്യ നേത്രദന്ത പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പഴയങ്ങാടി SI C വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കാണ് സൗജന്യ പരിശോധന നടത്തിയത്. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികൾക്കും അവരുടെ കുടുംബത്തിനും 1 വർഷത്തേക്കുള്ള സൗജന്യ പ്രിവിലേജ് കാർഡുകളും നൽകി. സ്കൂളിൽ പുതുതായി സജ്ജീകരിച്ച റീക്രിയേഷൻ റൂമിലേക്ക് ആവശ്യമായ ഇൻഡോർ ഗെയിം സാമഗ്രികളും വിതരണം ചെയ്തു. പവിത്രൻ കുഞ്ഞിമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലക്ഷ്മണൻ, ജയരാജൻ, ശ്രീശൻ, NV രാമകൃഷ്ണൻ, മടപ്പള്ളി പ്രദീപൻ, സന്താനവല്ലി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കുറുവേലി വിഷ്ണു ശർമ്മ LP സ്കൂൾ സ്പോർട്സ് ഡേ മാത്തിൽ പഞ്ചായത്ത് മൈതാനിയിൽ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കുറുവേലി വിഷ്ണു ശർമ്മ LP സ്കൂൾ സ്പോർട്സ് ഡേ മാത്തിൽ പഞ്ചായത്ത് മൈതാനിയിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ വിഷ്ണു ശർമ്മ സ്കൂളിലത്തെ PTA-യും അധ്യാപകരുമെല്ലാം ചേർന്ന് തീരുമാനമെടുക്കുകയും അതിന് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതിന് പ്രത്യേകം സ്കൂളിൻ്റെ അധികാരികളെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം നമുക്കറിയാം, ചെറുപ്പത്തിൽ തന്നെ ഈ കായിക മേഖലക്കകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു ഉയർത്താൻ ഈ സമൂഹം മുന്നോട്ട് വന്നാൽ, അല്ലെങ്കിൽ സ്കൂളുകൾ മുന്നോട്ട് വന്നാൽ, സ്വാഭാവികമായിട്ടും അവർ വലുതായാൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കായിക താരങ്ങളായിട്ട് അവർ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. EV ജയാനന്ദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ, പ്രധാന അധ്യാപിക P സവിത, E ദാമോദരൻ, M സനൂപ് മാസ്റ്റർ, KV ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ആലക്കാട് കാശിപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 14-15 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലീസ് രാജെന്നും പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും സംസ്ഥാനത്ത് ഇരട്ടനീതിയാണെന്നും KPCC മെമ്പർ റിജിൽ മാക്കുറ്റി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനപ്രകാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാടായി സുനാമി കോളനിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് M വിജിൻ MLA. സുനാമി കോളനി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IHRD എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നെരുവമ്പ്രം IHRD കോളേജിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പള വിതരണം ഉറപ്പുവരുത്തുക, താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. COA തളിപ്പറമ്പ് മേഖലാ സമ്മേളനം കുറുമാത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന മഹാത്മാഗാന്ധി സ്മൃതി സമ്മേളനം പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഗാന്ധി പാർക്കിൽ നിന്നും ശ്രീനാരായണ വിദ്യാലയത്തിലേക്ക് ഗാന്ധി സ്മൃതി യാത്രയും നടന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.